ആദ്യ പ്രശ്നമല്ല, മതം പ്രശ്നമല്ല. പൊന്ന് വേണ്ട, പൈസ വേണ്ട. പെൺകുട്ടികള് 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 കെട്ടി ഒഴിവാക്കിയതായാലും കുഴപ്പമില്ല. പെണ്ണയച്ചാ മതി, പൊന്നുപോലെ നോക്കും. കെട്ടിക്കാനായ പെൺകുട്ടികളുണ്ടോ? കാലം പോയൊരു പോക്കേ. നമ്മുടെ നാട്ടിലെ ചെക്കന്മാരുടെ ഒരു അവസ്ഥ ഇപ്പൊ എങ്ങനെയൊക്കെയാണ്. ഒരൊറ്റ ചെക്കന്മാർക്കും കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടുന്നില്ല. ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാനോട്ട് തയ്യാറാവുന്നുമില്ല. ഇനി അഥവാ ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വന്നാൽ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല ഇപ്പൊ ചെക്കന്മാർക്ക്. സ്വർണത്തിന് 1,02,000-3,000 ഒക്കെ ആയി. ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു മഹർ കൊടുക്കാൻ മിനിമം 3 പവനെങ്കിലും മഹർ കൊടുക്കണം. പണിക്കൂലിയൊക്കെ കൂട്ടിയിട്ട് 3 പവന് ഒരു 3,10,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അത് മഹറിന്റെ പൈസ മാത്രം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു കല്യാണത്തിന്റെ ചെലവ് വേറെ വരുന്നുണ്ട്. ഒരു ചെക്കൻ പെണ്ണ് കാണാൻ പോകുന്നു, പെണ്ണിനും ചെക്കനും 2 വീട്ടുകാർക്കും ആ ബന്ധം ബോധ്യാവുന്നു. അങ്ങനെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മിഠായി കൊടുക്കൽ ചടങ്ങാണ്. മിഠായി കൊടുക്കാൻ കുടുംബത്തിൽ ഒരു 10-20 പേരെങ്കിലും വേണം. ഓരോ കുട്ടികളുടെ കയ്യിലും ബുർജ് ഖലീഫയും താജ്മഹലും കുത്തബ് മീനാറും ഒക്കെയാണ് മിഠായി കൊടുക്കുന്നത്. മിഠായി കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ 2, 3, 4 ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയ ഒരു 50,000 രൂപ അവിടെ ചെലവാ. അടുത്തത് മൊബൈൽ വാങ്ങി കൊടുക്കുന്ന പരിപാടിയാണ്. ഒരു ഐഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെ വേണം. മോഡൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ മാർക്കറ്റിൽ ചെക്കനെ പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാരും ഒരു വിലയിടും. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഒരു 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ 2 ലക്ഷമായോ? ഐഫോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം കല്യാണത്തിന് സമയിക്കുന്ന പെൺകുട്ടികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെയാണ് ഈ മേൽപ്പറഞ്ഞ മഹർ വരുന്നത്. 2, 3, 5,10,000 രൂപ. പിന്നെ കല്യാണത്തിന്റെ ചെലവുകൾ, വീട്ടിലെ ഡ്രസ്സ്, ഭക്ഷണം, ഓഡിറ്റോറിയം, അതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ. എത്ര ചെലവെന്ന്? 7 ലക്ഷം രൂപയുടെ മേലെ. സ്വർണത്തിന് ഇന്നത്തെ വില 1,02,000 കൂടുതൽ. 2026 ലാസ്റ്റ് ആകുമ്പോഴേക്കും 1,90,000 ഒക്കെ ആവും ഒരു പവന്റെ വില എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തായി തീരും എന്തല്ലേ? പിന്നെ ഇത്ര ചെലവിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് പോലും കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിനെ മഷിട്ട് നോക്കിയാൽ പോലും കിട്ടാനില്ല. അതാ അവസ്ഥ. ഇങ്ങനെ ആയാൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുക? എങ്ങനെയാണ് ചെക്കന്മാർ പെണ്ണ് കെട്ടുക? എന്താ അവസ്ഥ അല്ലേ? വല്ലാത്ത ജാതി തന്നെയാണ്.